നമ്മൾ ജനിക്കുന്നത് ന്യൂട്രലായിട്ടാണ്. പിന്നെ ഒരു സമൂഹമാണ് നമ്മൾ ആണായിട്ടും പെണ്ണായിട്ടും മാറ്റുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആരായിട്ടാണോ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ജെൻഡർ. അതല്ലാതെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ബൈനറി അല്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവമല്ല. സ്കൂൾ പഠിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ് എന്നും പറഞ്ഞ് അവിടെ വന്ന ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു പുതിയൊരു പെർസ്പെക്റ്റീവാണ്, ഇത് ഞാൻ മുന്നേ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞു ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. Woke. 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 Wokeness. Russia's Supreme Court on Thursday ruled to declare the international LGBTQ public movement as extremist. This woke culture. Dark woke. Woke agenda. Woke revolution. Politically woke. Killed by the woke mind virus. Woke ideology. Woke. 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 Wokeness. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആകാശത്തേക്ക് നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അത്രത്തോളം ജെൻഡറുകളുണ്ട്, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തരത്തിലുള്ള ശാസ്ത്രവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ ആശയങ്ങൾ പഠിപ്പിക്കരുത്. ഇത് കണ്ടപ്പോൾ ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആയി. ഇതിലിപ്പോൾ ആരാണ് ശരി, ഇതിലിങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ? അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നത്. ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലൊരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടും.